ഹലോ, വെൽക്കം ടു മൈ ചാനൽ കലാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തനം കൊണ്ടുള്ളൊരു ഉപ്പേരിയാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു 250 ഗ്രാം മത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതാണ്. അടുത്തതായി ഒരു 1/4 കപ്പ് മമ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 4 വെളുത്തുള്ളി, ഒരു 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 വറ്റൽ മുളക്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി അടുപ്പ് കത്തിക്കുക. നമ്മളൊരു പാൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. പാൻ നല്ല ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചിട്ട് വരാം. തേങ്ങയും വെളുത്തുള്ളിയും മുളക് പൊടിയും കൂടെ കൂട്ടി ചതച്ചതാണ്. അത് നമ്മൾ 1/2 കപ്പ് തേങ്ങയിൽ നിന്ന് ഒരു പിടി തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഫുള്ള് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാൻ നല്ല ചൂടായി, വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വറ്റൽ മുളകൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. നല്ലതുപോലെ ഇളക്കി നന്നായിട്ട് ആ തേങ്ങ നമ്മൾ വറുത്തെടുക്കുക. തേങ്ങ നല്ല ചുമന്ന് വരണം. ചുമന്ന് വരുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. തീ നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ചിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ച് കഴുകി വെച്ച മത്തൻ നമ്മൾ ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ മത്തനാണ്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച മമ്പയറൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മമ്പയറും മത്തനും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് അതിലേക്ക് യോജിച്ച് വരട്ടെ. നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നമ്മൾ ഫുൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അരപ്പ് മൂത്ത് വരുന്നവരെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരപ്പും കൂടെ കൂട്ടി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി അത് നമുക്ക് ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് അത് ചെറു തീയിലിരുന്ന് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം മത്തൻ. നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മത്തനെല്ലാം നന്നായിട്ട് എല്ലാം ഇളകി റെഡി ആയിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കുന്നില്ല. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. മത്തൻ്റെ വെള്ളമൊക്കെ ഫുൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി റെഡി ആവണം. ആ തീയിൽ തന്നെ ഇരിക്കുന്നതോറും അതിന് വെള്ളം വറ്റി നല്ല റെഡി ആയിട്ട് വരും. മത്തൻ്റെ തോരൻ ഏകദേശം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി മത്തൻ്റെ തോരൻ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ബെല്ലൈക്കൺ കൂടി അമർത്തുക, കമൻ്റ് ഇടുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാത്തിരിക്കാം.